ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷിക ദിനത്തിൽ പട്ടേൽ സ്മരണയിൽ രാജ്യം. സർദാർ പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏകതാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്കതീതമായി രാജ്യത്തെ ഒന്നിച്ചു നിർത്തിയത് ഇന്ത്യയുടെ സംസ്കാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളപ്പിറവി ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. കേരളപ്പിറവി ദിനത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും. അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനവും നാളെ. CBSE 10-12 ക്ലാസ് പരീക്ഷകൾ അടുത്ത വർഷം ഫെബ്രുവരി 17-ന് ആരംഭിക്കും. ഇന്ത്യൻ ഹോക്കി ഇതിഹാസവും ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയുമായ മാനുവൽ ഫെഡറിക് അന്തരിച്ചു. ഇന്ത്യ-ഓസ്ട്രേലിയ T20 പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് മെൽബണിൽ. വാർത്തകൾ വിശദമായി. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ പട്ടേൽ ചൌക്കിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുഷ്പാർച്ചന നടത്തി. രാജ്യനിർമ്മിതിയിൽ സർദാർ പട്ടേൽ നൽകിയ നേതൃത്വം വിലമതിക്കാനാവാത്തതാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. ദേശീയോദ്ഗ്രഥനം, സദ്ഭരണം, പൊതുസേവനം എന്നിവയോടുള്ള സർദാർ പട്ടേലിന്റെ അചഞ്ചലമായ പ്രതിബദ്ധത തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്കതീതമായി രാജ്യത്തെ ഒന്നിച്ചു നിർത്തിയത് ഇന്ത്യയുടെ സംസ്കാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ ഏകതാ നഗറിൽ ഏകതാ ദിന ആഘോഷ പരിപാടി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവേചനരഹിതവും അഴിമതിരഹിതവുമായ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. एकता का पहला स्तंभ है सांस्कृतिक एकता. ये भारत की संस्कृति है जिसने हजारों वर्षों से राजनैतिक हालातों से अलग भारत को एक राष्ट्र के रूप में अमर रखा है. हमारी एकता का दूसरा स्तंभ है भाषाई एकता. तभी भारत भाषाई विविधता की दृष्टि से विश्व का इतना समृद्ध राष्ट्र बना है. ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ പ്രധാനമന്ത്രി തുടർന്ന് നടന്ന പരേഡ് വീക്ഷിച്ചു. കേരളം ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസ് സേനകളും NCC കേഡറ്റുകളും പരേഡിൽ പങ്കെടുത്തു. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിൽ 10 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നിശ്ചല ദൃശ്യങ്ങൾ പരേഡിന് മാറ്റുകൂട്ടി. ഏകതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി വെളിയനാട് ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ നടന്ന യൂണിറ്റി മാർച്ചിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുത്തു. കേരള പോലീസും സംസ്ഥാനത്തുടനീളം റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിച്ചു. കൊല്ലത്ത് നടന്ന കൂട്ടയോട്ടത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും പോലീസ് സേനാംഗങ്ങളും പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലാതല പദയാത്ര പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച് കാത്തോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലയിലും റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഏകതാ ദിവസ് പ്രതിജ്ഞയെടുത്തു. ഐക്യ കേരളം രൂപീകരിച്ച 69 വർഷം നാളെ പൂർത്തിയാകും. കേരളപ്പിറവി ദിനത്തിൽ മലയാളി ദിന ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. അധ്യാപികയും അക്ഷരശ്ലോക പ്രഗത്ഭയുമായ സരസമ്മ KK, സാഹിത്യ നിരൂപകൻ MM ബഷീർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. സംസ്ഥാനത്തെ 59,277 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചാണ് ഈ ലക്ഷ്യം കൈവരിച്ചത്. കേരളപ്പിറവി ദിനമായ നാളെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേരും. ഇത് സംബന്ധിച്ച വിജ്ഞാപനമിറങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനം എന്ന പ്രത്യേകതയുമുണ്ട്. 15-ാം നിയമസഭയുടെ 15-ാം സമ്മേളനമാണ് ചേരുന്നത്. PM ശ്രീയിൽ നിന്നും പിന്മാറാനുള്ള സംസ്ഥാനത്തിന്റെ തീരുമാനം കാപട്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശേഷം പിന്മാറാൻ നൽകുന്ന കത്തിന് കടലാസിന്റെ വില മാത്രമാണുള്ളതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു.
CBSE 10-12 ക്ലാസ് പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. 2026 ഫെബ്രുവരി 17 പരീക്ഷകൾ ആരംഭിക്കുമെന്ന് CBSE അറിയിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തിവന്നിരുന്ന രാപ്പകൽ സമരം അവസാനിപ്പിക്കാൻ തീരുമാനം. നാളെ സമരപ്രതിജ്ഞയോടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 265 ദിവസമായി തുടർന്നു വന്ന പ്രതിഷേധം അവസാനിപ്പിക്കും. എന്നാൽ സർക്കാർ അംഗീകരിക്കാത്ത മറ്റാവശ്യങ്ങൾ ലഭിക്കുന്നതുവരെ ജില്ലാ തലങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും ആശാപ്രവർത്തകർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തിങ്കളാഴ്ച കേരളം സന്ദർശിക്കും. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ഉപരാഷ്ട്രപതിയായ ശേഷമുള്ള ശ്രീ CP രാധാകൃഷ്ണന്റെ ആദ്യ കേരള സന്ദർശനമാണിത്. ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപുകളിലെ സൌകര്യങ്ങൾ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വ്യോമസേന ഉപമേധാവി എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി. തിരുവനന്തപുരത്ത് വ്യോമസേനയ്ക്ക് വേണ്ടിയുള്ള ഡ്രോൺ പ്രദർശനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവശ്യ വസ്തുക്കളുടെയും സാധനങ്ങളുടെയും കൈമാറ്റം എളുപ്പത്തിലാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മിനിക്കോയിൽ ഒരു വിമാനത്താവളം കൂടി നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെന്നും വ്യോമസേന ഉപമേധാവി പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിൽ തന്നെ ഉദയാസ്തമന പൂജ നടത്താൻ സുപ്രീംകോടതി ഉത്തരവ്. ഭക്തരുടെ തിരക്കും സൌകര്യവും അനുസരിച്ച് ആചാരങ്ങൾ മാറ്റാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഡിസംബർ 1 ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി. കാടിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന വിസ്മയ ലോകം ഒരുക്കുകയാണ് തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് മാത്രമായി നാളെ മുതൽ പ്രവേശനം ആരംഭിക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് സന്ദർശകരുടെ പ്രവേശനത്തിന് മുൻകൂട്ടി രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞതാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ പ്രവേശനം നൽകുന്നത്. ഇതിനായി സ്കൂൾ കോളേജ് അധികൃതർ തൃശൂർ സുവോളജിക്കൽ പാർക്ക് @gmail.com എന്ന ഇമെയിലിൽ അപേക്ഷ നൽകണം. പൊതുജനങ്ങൾക്കുള്ള പ്രവേശന തീയതി പിന്നീട് അറിയിക്കും. സന്ദർശകർക്കായി പാർക്കിൽ KSRTC ഡബിൾ ഡെക്കർ ബസ് സർവീസും ഒരുക്കിയിരിക്കുന്നു. പാർക്കിനകത്തെ പ്രത്യേക പോയിന്റുകളിൽ ആളുകൾക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിനും കയറാനുമുള്ള സൌകര്യമുണ്ടാകും. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം ചരമവാർഷിക ദിനം ഇന്ന്. ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന ന്യൂഡൽഹിയിലെ ശക്തി സ്ഥലിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ സ്മരണാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷിക ദിനം, സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ജന്മവാർഷിക ദിനം എന്നിവയെ പ്രമാണിച്ച് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഹോക്കിയിലെ ഇതിഹാസ താരവും ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയുമായ മാനുവൽ ഫെഡറിക് അന്തരിച്ചു. അർബുദ രോഗബാധയെ തുടർന്ന് ബംഗളൂരുവിൽ ചികിത്സയിലേക്ക് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 78 വയസ്സായിരുന്നു. ഭൌതിക ശരീരം നാളെ ബംഗളൂരുവിൽ സംസ്കരിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിൽ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ കളിക്കാനിറങ്ങും. പരമ്പരയിലാകെ 5 മത്സരങ്ങളാണ് ഉള്ളത്. വനിതാ ഏകദിന ലോകകപ്പ് സെമിയിൽ ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു ഇന്ത്യ ഫൈനലിൽ. ഓസീസ് ഉയർത്തിയ 339 റൺ വിജയലക്ഷ്യം 48.3 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. ജെമീമ റോഡ്രിഗസിന്റെ സെഞ്ചുറി മികവിലാണ് ഇന്ത്യയുടെ ജയം. നവംബർ 2 മുംബൈയിൽ നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായുള്ള കേരള പോലീസിന്റെ ഓപ്പറേഷൻ സായ് ഹണ്ടുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിൽ തട്ടിപ്പ് പണം കൂടുതലും എത്തുന്നത് വിദ്യാർത്ഥികളുടെ അക്കൌണ്ടുകളിലേക്കെന്ന് കണ്ടെത്തൽ. പരിശോധനയ്ക്കിടെ കൊച്ചിയിൽ പിടിയിലായ 3 പേരും വിദ്യാർത്ഥികളാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. 67ാമത് ആകാശവാണി സംഗീത സമ്മേളനം അടുത്ത മാസം 2 മുതൽ 29 വരെ രാജ്യത്തെ 24 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കും. പ്രസാർ ഭാരതിയും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷിക ദിനത്തിൽ പട്ടേൽ സ്മരണയിൽ രാജ്യം. സർദാർ പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഏകതാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്കതീതമായി രാജ്യത്തെ ഒന്നിച്ചു നിർത്തിയത് ഇന്ത്യയുടെ സംസ്കാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളപ്പിറവി ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. കേരളപ്പിറവി ദിനത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും. അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനവും നാളെ. CBSE 10-12 ക്ലാസ് പരീക്ഷകൾ അടുത്ത വർഷം ഫെബ്രുവരി 17 ആരംഭിക്കും.
ഇന്ത്യൻ ഹോക്കി ഇതിഹാസവും ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയുമായ മാനുവൽ ഫെഡറിക് അന്തരിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് മെൽബണിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.